നേതാവിനെ അറസ്റ്റ് ചെയ്തതിനെ ചൊല്ലി കോഴിക്കോട് എസ്എഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം. ഭവൻസ് കോളേജ് ഡയറക്ടറുടെ വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ കേസിൽ അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം. ഫീസ് വർധനയ്ക്കെതിരെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഭവൻസ് കോളേജിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. എസ്എഫ്ഐ ഫറൂഖ് ഏരിയ പ്രസിഡന്റും ഭവൻസ് കോളേജ് മുൻ ചെയർമാനുമായ എ.ടി. സർജാസിനെ പോലീസ് മർദ്ദിച്ചെന്നാണ് ആരോപണം. ഭവൻസ് കോളേജ് ഡയറക്ടർ പരമേശ്വരന്റെ വസതിയിലേക്ക് കഴിഞ്ഞ ദിവസം 2 അംഗ സംഘം പെട്രോൾ ബോംബ് എറിഞ്ഞിരുന്നു. ഈ കേസിലാണ് സമരപന്തലിൽ വെച്ച് സർജാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ വാഹനത്തിൽ നഗരം ചുറ്റി സർജാസിനെ പോലീസ് മർദ്ദിച്ചതായി എസ്എഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. ഞങ്ങൾ വരുന്ന സമയത്ത് കണ്ടത് ഞങ്ങളെ ഏരിയ പ്രസിഡന്റിനെയും ചെയർമാനുള്ള സർജാസ് വണ്ടിയിൽ നിന്ന് ചാടിക്കുന്ന രംഗമാണ്. അത്രയും ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവച്ച് കിടത്തുന്ന സ്ഥിതി ഉണ്ടായത്. എസ്എഫ്ഐ പ്രവർത്തകർക്ക് പിന്നാലെ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരും സർജാസിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിയതോടെ പോലീസുമായി വാക്കേറ്റമായി. വിദ്യാർത്ഥിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ ആവശ്യപ്പെട്ടു. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രത്യേക താല്പര്യമെടുത്ത് ടാർഗറ്റ് ചെയ്തിട്ടാണ് ബലമായി പിടിച്ച് വണ്ടി കയറ്റി ഭീകരമായി മർദ്ദിച്ച് അവശനിലയിലാക്കിയിരിക്കുന്നത്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് SFI നേതാവിനെ അറസ്റ്റ് ചെയ്തതെന്നും മർദ്ദിച്ചുവെന്ന ആരോപണം തെറ്റാണെന്നും പോലീസ് പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.